Hello, welcome to my channel Life of 3 Idiots by ആയിരിക്കും. ഗോവയിലൂടെ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും ഇത് കേരളത്തിലെ ഏതോ പ്രദേശത്തൂടെ അല്ലേ നമ്മൾ പോകുന്നതെന്ന്. ബിക്കോസ് കേരളത്തിനോട് സാമ്യമുള്ള ഒരു ഭൂപ്രകൃതി തന്നെയാണ് ഗോവയിലുള്ളത്. നിങ്ങൾക്കും തോന്നുന്നില്ലേ? വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ.
തന്ത്രപ്രധാനവുമായ ആയിരുന്നു അത്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 2 മണിയൊക്കെ ആയി, നല്ല വിശപ്പുണ്ട്. സോ വണ്ടി നേരെ വിട്ടത് ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഗോവയിൽ വന്നിട്ട് ഒരു ഗോവൻ ഫിഷ് താലി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടാതെ ഒരു പോർക്ക് റോസ്റ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് റൈസ്, കിങ് ഫിഷ് റവ ഫ്രൈ, പ്രോൺസ് പീര, ഷെൽ ഫിഷിൻ്റെ ഒരു റോസ്റ്റ്, ക്യാബേജ് തോരൻ, കോക്കം രസം, മീൻ കറി, സാലഡ്, പിക്കിള്, ഇതൊക്കെയായിരുന്നു ഐറ്റംസ്. ഓവർ മസാലയൊന്നും ചേർക്കാത്ത പോർക്ക് റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. അതിനോടൊപ്പം പൊട്ടറ്റോ ഫ്രൈയും കോമ്പിനേഷനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് കണ്ടോലിം ബീച്ച്. റെസ്റ്റോറൻറ്റിൽ വെച്ച് തന്നെ കേശൂട്ടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷപ്പ് ചെയ്ത് കൊണ്ടുവന്ന കാരണം ആൾ നല്ല സുഖ ഉറക്കത്തിലാണിപ്പോൾ. നമ്മൾ മുന്നേ പരിചയപ്പെട്ട സൗത്ത് ഗോവയിലെ ബീച്ചസിൽ നിന്ന് വ്യത്യസ്തമാണ് നോർത്ത് ഗോവയിലെ ബീച്ചസ്. ബിക്കോസ് ഇവിടെ മിക്കവാറും ക്രൗഡഡ് തന്നെയായിരിക്കും. കണ്ടോലിം ബീച്ചിനെ മെയിൻലി അറിയപ്പെടുന്നത് ഹണിമൂൺ ബീച്ച് എന്നാണ്. ഇവിടെ കൂടുതൽ ഹണിമൂൺ കപ്പിളൊക്കെ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാനും അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ലൊരു പ്ലേസാണ്. മറ്റ് ബീച്ചുകൾ പോലെ ഇവിടെയും ഷാക്കുകളും ചെറിയ കാസിനോസും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. എത്ര ക്രൗഡഡ് ആണെന്നൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം ഇവിടെ വരുന്ന ഓരോരുത്തരും പ്രായഭേദമന്യേ അവരവരുടേതായ രീതിയിൽ ബീച്ച് ആസ്വദിക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ കടലിൽ കളിക്കുന്നു, കുളിക്കുന്നു,
ചിലരെ നോക്കിക്കേ സൺസെറ്റിനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ വെയിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. കുട്ടികൾ അവരവരുടേതായ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. കേശൂട്ടൻ ഉറക്കമായത് കാരണം ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി കളിച്ചതൊന്നുമില്ല. അവിടെ നിന്ന് അതൊക്കെ ഒന്ന് ആസ്വദിച്ച ശേഷം നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവായി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് കലാങ്കോട്ട് ബീച്ച്. ഇവിടെയും തിരക്കിനൊന്നും ഒരു ഭംഗിയും ഇല്ല കേട്ടോ. ഐ ലവ് ഗോവ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സ്പോട്ട് എല്ലാ ബീച്ചുകളിലും ഒരുക്കിയിട്ടുണ്ട്. കേശൂട്ടൻ ഉള്ളത് കാരണം ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ബോട്ട് റൈഡ് പോവാം, കടലിലൂടെയുള്ള ഒരു ബോട്ട് റൈഡ്. അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. സൺസെറ്റിൻ്റെ ഒരു ഇളം വെയിലും നല്ലൊരു കാറ്റുമായിട്ട് നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ബോട്ടിങ്ങിന് കയറുന്ന എല്ലാവർക്കും അവർ ലൈഫ് ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ കേശൂട്ടന് ഇല്ല. നമ്മൾ തന്നെ സേഫ്റ്റി ഉറപ്പാക്കണം. 400 രൂപയ്ക്കാണ് ഞങ്ങളിപ്പോൾ ബോട്ടിങ്ങിന് സെറ്റാക്കിയത്. 800, 600 ഒക്കെ പറഞ്ഞാണ് അവസാനം 400ലേക്ക് എത്തിച്ചത്. ബോട്ടിങ് ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും കടലിൽ ബോട്ടിങ് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യുമെന്ന് അറിയത്തില്ല കാണുമ്പോൾ. പക്ഷേ ശരിക്കും ഇങ്ങനെ തിരമാലയിൽ ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നും ഒക്കെ പോകുന്ന സമയത്ത് ബോട്ട് അത്രയ്ക്ക് നന്നായിട്ട് ആടി ഉലയുന്നുണ്ട്. കൂടാതെ ആ വെള്ളമൊക്കെ തെറിച്ച് നമ്മുടെ മുഖത്തേക്ക് വന്ന് വീഴുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. പക്ഷേ കുറച്ച് അഡ്വഞ്ചറസ്. മറ്റ് പല വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും ചെയ്യുന്ന ആളുകളെ നമുക്കവിടെ കാണാൻ പറ്റും. അവരൊരു ദൂരം പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. അതുവരെ പോയിട്ട് ബോട്ട് തിരിച്ച് കരയിലേക്ക് വരും. ഞാനും വിച്ചുവും ആക്ച്വലി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നല്ല താല്പര്യമുള്ള ആളുകളാണ്. ഇനി കേശൂട്ടൻ കൂടെ അതിന് കേപ്പബിൾ ആവുന്ന ആ ഒരു സ്റ്റേജ് വരുമ്പോൾ ഉറപ്പായിട്ട് ഞങ്ങൾ ഗോവയിലേക്ക് തിരിച്ചു വരും, എക്സ്ക്ലൂസീവ്ലി ഈ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അത് ഞങ്ങൾ ഈ ബോട്ടിൽ ഇരുന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ്. ബോട്ടിങ് കഴിഞ്ഞ് നേരെ പോയത് ബാഗ ബീച്ചിലേക്കാണ്. അവിടെ കൊണ്ട് വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത സമയത്ത് ഒരു ചേച്ചി വന്ന് തലയിൽ ഇങ്ങനെ ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാൻ അത് ട്രൈ ചെയ്തു. ഇതിങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ വാഷൊക്കെ ചെയ്യാൻ പറ്റും. കൂടാതെ അതിൻ്റെ താഴെ അവരൊരു നോട്ടിടും. അത് കട്ട് ചെയ്താൽ നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാനും പറ്റും. സമയം ഇപ്പോൾ 6:15 കഴിഞ്ഞു. സൂര്യാസ്തമയം ഇതുവരെ ആയിട്ടില്ല. ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ് ഈ ബാഗ ബീച്ച്. ഗോവയിൽ വരുന്ന ആരും ഈ ബീച്ച് മിസ് ചെയ്യാനേ പാടില്ല. വെയിലൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ കടൽക്കാറ്റിൻ്റെ ആ ഒരു സുഖം നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം ആൾ വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന അത്ര നല്ല വിശാലമായിട്ടുള്ള ഒരു കടൽ തീരമാണ് ബാഗ ബീച്ചിനുള്ളത്. രാത്രികാലത്തെ ബാഗ ബീച്ച് വളരെ സൂപ്പറാണെന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് എക്സ്പീരിയൻസ് കൂടെ ചെയ്യണം എന്ന് വിചാരിച്ചാണ് സൺസെറ്റിൻ്റെ ടൈമിൽ തന്നെ ബാഗ ബീച്ചിലേക്ക് വന്നത്. അവിടുത്തെ ഒരു ഷാക്കിൽ ഞങ്ങളും ഫുഡ് ഓർഡർ ചെയ്തു, വെയിറ്റ് ചെയ്തു. ആ സമയം കൊണ്ട് ബാഗ ബീച്ചിൻ്റെ രാത്രി സൗന്ദര്യം എങ്ങനെയാണെന്നൊന്ന് അറിയാമല്ലോ. രാത്രിയായപ്പോൾ കണ്ടില്ലേ, ബീച്ചിൻ്റെ ലുക്കും വൈബും എല്ലാം എൻറ്റയർലി മാറി.
അവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റ്സും മത്സരിച്ചിട്ടാണ് അവിടുത്തെ ലൈറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്തിരിക്കുന്നത്. എത്രത്തോളം ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവരുടെ ബിസിനസ് കൂടുമല്ലോ. അത് തന്നെയാണ് ആ ബാഗ ബീച്ചിനെ ഒരു പോഷായിട്ടുള്ളൊരു ലുക്ക് രാത്രി കാലങ്ങളിൽ ഉണ്ടാക്കുന്നത്. ലൈറ്റിങ് മാത്രമല്ല, പലതരത്തിലുള്ള പാട്ടുകൾ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതിനനുസരിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഗോവയിൽ വരുന്ന ആരും തന്നെ ഈ ഒരു മനോഹരമായ കാഴ്ച മിസ് ചെയ്യാനേ പാടില്ല കേട്ടോ. ഈവനിങ് നമ്മൾ ഈ ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ മരത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഭംഗിയിലുണ്ടായ വ്യത്യാസം ഒന്ന് നോക്കിക്കേ. ചുരുക്കി പറഞ്ഞാൽ ബാഗ ബീച്ചിൻ്റെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയിങ് ആൻഡ് ചില്ലിങ് പറ്റിയ ഒരു വൈബാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് സമയം പോയത് അറിഞ്ഞിട്ടില്ല. ശരിക്കും ഞങ്ങൾക്കിനി റിസോർട്ടിലേക്ക് പോകാനായിട്ട് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. സോ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് റിസോർട്ടിലേക്ക് പോകാൻ പോവാണ്. വഴിയിലെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള നോർത്ത് ഗോവയിലെ ബീച്ചുകളിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് ടാറ്റു ചെയ്യാനായിട്ടുള്ള ആളുകൾ നമ്മളെ സമീപിക്കും. അവർ നമ്മൾ പലതും പറഞ്ഞ് ക്യാൻവാസ് ചെയ്യിക്കും. താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അത് എത്രത്തോളം സയൻറ്റിഫിക് ആണെന്നോ നല്ലതാണെന്നോ ഒന്നും പറയാനായിട്ട് ആധികാരികമായിട്ട് എനിക്കറിയത്തില്ല. എന്നാലും അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് വരാറുണ്ട്. പുതിയ ഗോവൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുതേ. വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.